എന്ന് പറയാൻ നമ്മൾ ചെടിക്കും പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ കാണാൻ പോവാണ്. എന്നും നമ്മൾ ഗെയിമൊക്കെ അല്ലേ കളിക്കുന്നത്. പക്ഷേ എനിക്ക് മൂടുള്ള ദിവസമൊക്കെ ഞാൻ ചെടി വെള്ളം ഒഴിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നേരെ പോയാലോ? അപ്പൊ നമ്മുടെ ടാപ്പ് അവിടെയാണ്. അപ്പൊ നമുക്ക് പോയി ഓൺ ആക്കാം. ഇതാണ് കേട്ടോ ടാപ്പ്. ഉള്ളിലേക്കുണ്ട്, പക്ഷെ പിടിക്കുന്നില്ല. ഓണായിട്ടുണ്ട്. സൗണ്ട് കേൾക്കുന്നത് അപ്പൊ നമ്മുടെ ഓക്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിക്കാം. നമ്മുടെ എവിടെ നിന്നാണ് ഇത്? ഏത് ചെടിയുടെ പേര് എനിക്ക് അറിയത്തില്ല. ശവനാരയൊക്കെ ഉണ്ട്. അവിടെയും ഉണ്ട് കേട്ടോ. പേരയ്ക്ക കുറെ എണ്ണം ഉണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു പേരയ്ക്കാണ്. നമ്മുടെ നാടൻ പേരയ്ക്കാണ്. കുഞ്ഞിതാണ്. 20-25 എണ്ണം കാണും കേട്ടോ. നമ്മളെല്ലാ ചെടിക്കും ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഒഴിക്കാറുണ്ട് കേട്ടോ. ചെടിക്ക് ശവനാരയ്ക്കൊക്കെ ഇത്തിരി വെള്ളം മതി. ഞാനാണെങ്കിൽ ഇവിടെ ഒരു ചുമ്മാ എൻ്റെ സ്കൂളിൽ നിന്ന് മറ്റെന്തോന്നായിരുന്നു, എർത്ത് ഡേക്ക് എനിക്കൊരു സീഡ്സ് തന്നായിരുന്നു. പയറിൻ്റെ സീഡ്സ് തന്നായിരുന്നു. അത് ഞാൻ അവിടെ നട്ടു. പക്ഷേ എനിക്ക് അതിൽ മൊത്തം വെള്ളം കോരി ഒഴിച്ചു. എനിക്ക് വേണ്ട, അതിവിടെ ഇട്ടേനെ മിക്കു. അതൊക്കെ ഞാൻ നട്ടു വെച്ചതിൻ്റെ മിക്കു കോഴി കളയും ഗൈസ്. അങ്ങ് നിൽക്കുന്ന ഒരു കുഞ്ഞൊരു മാവായിരുന്നു. അതൊരു പ്ലാവാണ്, മാവില്ല. താഴോട്ടൊക്കെ ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടോ? ഒരു പുല്ലിൻ്റെ ഒരു ചെടി കണ്ടോ? അതൊരു പ്രത്യേക തരം ഒരു ചെടിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിനകത്തൊരു പുല്ല് പോലെ ഇരിക്കുന്നത്. അങ്ങ് വരെ ഫോൾസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടത്തെ ഓക്കെ ശരിക്കും വയ്ക്കണം. കാട് പോലെ പിടിച്ചിരിക്കുകയാണ്. ഇതെനിക്ക് വേണ്ട പാമ്പ് കയറി കിടന്ന പോലും അറിയില്ല. അപ്പൊ ഇത് കണ്ടോ? നമ്മുടെ മുരിങ്ങയ്ക്ക ഉണ്ടോ? നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പിടിച്ച് കെട്ടണം കേട്ടോ. നമുക്ക് അച്ഛൻ്റെ അടുത്ത് പിടിച്ച് കെട്ടാൻ പറയാം. റംബൂട്ടാനാണെന്ന് ഞാൻ ഇപ്പം തന്നെയാണ് അറിഞ്ഞത്. റംബൂട്ടാനാണ് കേട്ടോ. അപ്പം നമുക്കിനി മുകളിലോട്ട് ലെമൺ ചെടിയുണ്ട്, അതിനും കൂടെ ഒഴിക്കാൻ പോകാം. ഇതാണ് ശവനാര കേട്ടോ. നമ്മൾ അപ്പുറത്ത് കണ്ട പോലെ ഇവിടെയും ഉണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ. മഴ കഴിഞ്ഞ ഉടൻ മിഞ്ച് സീസൺ തുടങ്ങും. ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത് കണ്ടോ? നമ്മളെ പുളിച്ചിക്കണ്ടോ? ഞാൻ റെഡ് ലേഡി പപ്പായയുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ. അത് ഇവിടെ വെച്ചാണ് കേട്ടോ. ഇനി കുറേ പപ്പായ ഉണ്ട്. അപ്പം അതിനും കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ച് നട്ട മാവാണ് കേട്ടോ. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് നമ്മുടെ റംബൂട്ടാൻ്റെ തൈ വാഴയൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. ഓക്സിന് നീളമില്ല, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ഉള്ള അത്രയും വാഴക്കന്നാണ്. അപ്പോൾ വാഴക്കന്ന് നട്ടു കഴിഞ്ഞാൽ പന്നി 4-5 നട്ടിക്ക് പന്നി കുത്തിയിട്ട്
അകത്താവും എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്തിരി ഒഴിക്കുന്നുള്ളൂ കേട്ടോ. അടുത്തത് നമുക്ക് ഇപ്പുറത്തും കൂടെ ഒഴിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അടുത്തത് നമുക്ക് അപ്പുറത്തും കൂടെ ഒഴിക്കണം. തറയിലാവാതെ ഒഴിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അപ്പുറത്തും കൂടി ഇത്തിരി ചെടികളുണ്ട്, അതിനും കൂടെ ഒഴിക്കാം. ആദ്യം ഇവിടെയും ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി അപ്പുറത്തോട്ട് ചെടികളുണ്ട്, അതിനും കൂടെ ഒഴിക്കാം. മുകളിലും തൂക്കിയിട്ടാണ് നമ്മൾ കുറെ ചെടി അപ്പുറത്തും തൂക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് എത്തത്തില്ല. അതുകൊണ്ട് അച്ഛനാണ് ഇതൊക്കെ ഒഴിക്കുന്നത്. ഇപ്പുറത്തും ഉണ്ട് 3 ചെടി, ഇത് 3 കുറെ ഉണ്ട്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ദേ അവിടെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് എത്തിയതാണ്, കുഞ്ഞിതാണ് കേട്ടോ, തൈയാണേ. ഓക്കെ, നമുക്ക് അപ്പുറത്തോട്ടുള്ള തന്നെ ഒഴിക്കാം. നമ്മൾ ഈ റെയിനി സീസൺ ആയതുകൊണ്ട് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കടലാസ് ചെടിയാണ്. നമ്മുടെ താഴെയും വൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. വൈറ്റും പിങ്കൊക്കെ താഴെ കുറേ നിൽപ്പുണ്ട്. ഇതിപ്പോ പിങ്ക് ആണെന്നാണ് തോന്നുന്നത്, എനിക്ക് അറിയത്തില്ല. പിങ്ക് ആണ് കേട്ടോ. കടലാസ് ചെടി ഇപ്പോൾ എല്ലാ കടയിലും ഉണ്ട്, വാങ്ങിക്കാനൊക്കെ കിട്ടും. നമ്മൾ ചിക്കനിലും ബിരിയാണിയിലൊക്കെ ഇന്ന് നല്ല മണമുള്ള രമ്പയിലൊക്കെ ഉണ്ട് കേട്ടോ. അമ്മാമ്മ വീട്ടിൽ നിന്ന് തൈ കൊണ്ടുവന്ന് ഇട്ടേണേ. പിന്നെ നമുക്ക് കയ്യപ്പലയും ഉണ്ട് കേട്ടോ. ഇതിനകത്തൂടെ പതിയെ പോവാ. ആട്ടമ്പുഴൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ ഓക്കെ, ഇത്രേ വലിയത്തുള്ളൂ. ഇത്രേ പറ്റത്തുള്ളൂ കേട്ടോ. ഓസ് നീളം കുറവാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ അവിടത്തെയും 2 ചെടിക്ക് ഒഴിച്ചില്ല കേട്ടോ. അതും കൂടി നമുക്ക് ഒഴിച്ചില്ല. ഇത് നമ്മൾ ഒഴിച്ചില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ആത്തിച്ചക്കയും കൂടെ ഉണ്ട് കേട്ടോ. അതിനും കൂടെ ഒഴിച്ചെടുക്കാം. ഇത് മരം ആയതുകൊണ്ട് ഇത്തിരി വെള്ളം മതി. നമുക്ക് ഈ സൈഡിലോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാണ് ഞാൻ അവിടെ പറഞ്ഞ അത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കണ്ടോ, അതെ അവിടെ കണ്ടു. അപ്പോൾ നമുക്ക് അടുത്ത നമുക്ക് കാണാൻ പോകുന്നത് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഈ സൈഡിൽ കുറേ ഇതാണ് ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ലൈന് പുല്ലായിട്ട് പോലെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഇതാണ് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ചെടിക്ക് ഒഴിക്കണ്ട, ഇത് വളർന്ന് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒഴിക്കണം. ഇതാണ് ഞാൻ അവിടെ പറഞ്ഞ എല്ലാ ചെടിച്ചട്ടിയിലും ഇതാണ് കേട്ടോ നമ്മൾ പിടിച്ച് വെച്ചേക്കണ. ഗേറ്റിൻ്റെ അപ്പുറത്തൊന്നും നിൽക്കുകയാണ്. ഓക്കെ, പിന്നെ ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇങ്ങോട്ടൊക്കെ ഒഴിക്കാം. ഇത് കണ്ടത് എന്ത് ചെടിയാണെന്ന് എനിക്ക് അറിയത്തില്ല. എറിഞ്ഞൊഴിച്ചാൽ മതി. ഇത്ര അച്ഛൻ്റെ ചെരുപ്പ് കിട്ടാണ് കേട്ടോ നടക്കുന്നത്. ചില സമയത്ത് എൻ്റെയൊക്കെ ചെരുപ്പിന് യുദ്ധമാണല്ലോ, യുദ്ധം. അവൾക്ക് ദേഷ്യം വന്നാൽ നമുക്കൊന്നും പിടിച്ചു ചേർത്താൻ പറ്റൂല കേട്ടോ. ദേഷ്യം വന്നെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കത്തില്ല.
ഒഴിക്കാം. ഇത് കണ്ടോ, പണ്ടൊരു കല്യാണി പശു കൂടെ കൊണ്ട് കെട്ടുമായിരുന്നു. അതിന് കൊടുത്താണ് ഇപ്പൊ ഇത്ര ആയത്. പണ്ട് ഇഷ്ടം പോലെ ഇലയിലും ഉണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടില് വേണുസാറിന്റെ കല്യാണി പശുവിനെ കൊണ്ട് കെട്ടുമ്പോ ആക്കെ ഇവിടെ തീർന്നിട്ടുണ്ട്. ഇത് കണ്ടോ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടില്ലായിരുന്നോ ഈ ഒരു ചക്കയുടെ കാര്യം? അതെ, കറക്റ്റ് ആയിട്ട് നമ്മുടെ ഇതായിട്ടുണ്ട്, നമ്മുടെ വിളഞ്ഞ. അപ്പൊ നമുക്കിത് നമ്മുടെ അമ്മ എനിക്കിത് തിരിച്ച് ഒടിക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പോൾ അമ്മയാണ് എനിക്ക് ചെയ്തു തന്നത്. അപ്പോൾ ഇത് നമുക്ക് ഉരുട്ടി മുകളിൽ കൊണ്ടുവയ്ക്കാം. പിന്നെ ഇത് നമ്മൾ നാളെ കറി വയ്ക്കാൻ എടുത്തതാണ്. പക്ഷേ ഇത് നന്നായിട്ട് പഴുത്തു. ഇനിയിപ്പോൾ കറി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം തന്നെ തിന്നേണ്ടി വരും. അപ്പോൾ നമുക്ക് ഉരുട്ടാം. ഉറുമ്പ് പോലെ കയറി നല്ല സുഖിച്ചിരിക്കുകയാണ് കേട്ടോ. അയ്യോ ഗൈസ്, കണ്ടോ നല്ല പഴുത്തിരിക്കുന്നുണ്ടോ? നമ്മളിവിടെ സൈക്കിളിന്റെ ടയർ വിട്ട് പോലെ വിട്ടിക്കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഉരുട്ടി മോള് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തോട്ട് വിട്ടണം. ഇതിന്റെ ചെറിയാണ്. ഓക്കെ, മിക്കു അപ്പൊ ഒഴിക്കും. മിക്കുന് ഏത് കാര്യവും സാധിക്കണം. നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ അവിടെ ഒരു അലർട്ട് കഴിക്കും. ഉരുട്ടിന്റെ പകുതി കാറ്റ് പോയി. സത്യം, ഉരുട്ടിന്റെ പകുതി കാറ്റും മുക്കാലും പോയി. മിക്കു ഞാൻ ഇതിൽ നല്ല മണ്ണുണ്ട്. തറയിൽ കിടന്ന ആയതുകൊണ്ട് നല്ല മണ്ണുണ്ട്. അപ്പം നമുക്ക് കഴിവില്ലെങ്കിൽ അകത്ത് പോവും. ഇങ്ങനെ താമിക്കും. ഞാനൊന്ന് കാല് കഴിവിട്ടു. അപ്പം മിക്കുവിൻ്റെ കാല് കഴിവിടെ വലിയ ചപ്പലി ആ കുഞ്ഞു കാല് വെച്ചപ്പോൾ കണ്ട ഒരു ഡക്കിൻ്റെ കാല് പോലെ ആയില്ലേ. ഓക്കെ, ഇങ്ങനെ തന്നോ. അപ്പം നമ്മൾ നന്നായിട്ട് ഓസ് വെച്ച് അടിച്ച് കളയണം. മിക്കു തല മാറ്റില്ലെങ്കിൽ തലയിലാവും. ഓക്കെ, അപ്പം നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം തന്നെ മുറിച്ച് കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറക്കാം. നമ്മുടെ അടിപൊളി ചക്ക ആയിട്ടുണ്ട്. ഇത്രയും അല്ല, നല്ല ചക്ക. അപ്പോൾ ഇതാണ് നമ്മുടെ ചക്ക. പിന്നെ ഇത് വരിക്കയല്ല കേട്ടോ, ഊരച്ചക്കയാണ് ഊരച്ചക്ക. അപ്പം നമുക്ക് ഇത് ഒന്ന് നമുക്ക് കറി വയ്ക്കാനെടുത്ത ചക്കയാണ്. ഇപ്പം ചക്ക എപ്പോൾ വയ്ക്കേണ്ട പരുവായി. ഇത് കൂഴച്ചക്ക ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിതങ്ങനെ കഴിക്കാറൊന്നുമില്ല, കാരണം എനിക്ക് പേടിയാണ്. എൻ്റെ തൊണ്ടയിൽ ഒരു ദിവസം കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് അപ്പോൾ വല പോലെ ഇരിക്കുന്നതുകൊണ്ട് എൻ്റെ തൊണ്ട ഒരു ദിവസം കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചുള. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. മിക്കു കഴിച്ചു നോക്കിയിട്ട് പറ. അപ്പം മിക്കു പറയുന്നത് സൂപ്പർ എന്നാണ്, അടിപൊളിയായിട്ടുണ്ട്. എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണാം. ഐ ലവ് യു.